കൊച്ചി ACP ഓഫീസിലേക്ക് നടൻ എത്തിയിരിക്കുകയാണ്. നിരവധി ചോദ്യങ്ങൾ പോലീസിന് ചോദിക്കാനുണ്ട്. പ്രാഥമിക ചോദ്യാവലി തയ്യാറാക്കി തന്നെയാണ് നടന് നോട്ടീസും നൽകിയിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഇന്ന് ഹാജരാകും എന്ന് അറിയിച്ചിരുന്നു. സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, എപ്പോഴത്തേക്ക് ചോദ്യം ചെയ്യൽ തുടങ്ങാനാകും? ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോ ഇങ്ങോട്ടേക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഷൈൻ ടോം ചാക്കോയോട് ഇന്ന് 10 മണിക്ക് ഹാജരാകാൻ തന്നെയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം ഷൈൻ്റെ പിതാവ് ഇരുന്നത് വൈകുന്നേരം 3 മണിയോടുകൂടി മാത്രമേ ഷൈൻ ഹാജരാകൂ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഷൈൻ കൃത്യം 10 മണിക്ക് തന്നെ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിരുന്നു ഷൈൻ 10 മണിയോടുകൂടി ഹാജരാകുമെന്നുള്ളത്. എന്തായാലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഷൈൻ കൃത്യം 10 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഷൈൻ എത്തിയിരിക്കുന്നത്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ, സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും ഷൈനെ ചോദ്യം ചെയ്യുക. എന്തായാലും 32 ചോദ്യങ്ങൾ ഷൈനോട് ചോദിക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ചോദ്യങ്ങൾ തന്നെ വിശദമായി ഷൈൻ്റെ കഴിഞ്ഞ 1 മാസത്തെ ഇടപാടുകൾ സംബന്ധിച്ചും ഷൈൻ എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടോ, ആരെയെല്ലാം വിളിച്ചിട്ടുണ്ടോ, അതെല്ലാം സംബന്ധിച്ച് വിശദമായി തന്നെ പോലീസ് ഈ കാര്യങ്ങൾ എടുത്തിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതായുണ്ട്. ആ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഷൈൻ്റെ 1 മാസത്തെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ഷൈൻ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വേദാന്ത ഹോട്ടലിൽ ഷൈൻ നടത്തിയ ഓട്ടമായിരുന്നു. വേദാന്ത ഹോട്ടലിൽ ഈ ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയപ്പോൾ ഷൈൻ ഓടി രക്ഷപ്പെട്ടിരുന്നു. അത് പോലീസിന് കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ വിൻസി അലോഷ്യസ് ഷൈൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നോട് മോശമായി പെരുമാറിയിരുന്നു എന്നുള്ളൊരു പരാതി നൽകിയിരുന്നു. ആ പരാതി ഏതായാലും പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അക്കാര്യം കൂടി പോലീസ് സ്വമേധയാ ചോദിച്ചറിയുമെന്നുള്ള വിവരവും വരുന്നുണ്ട്. കൂടാതെ ഷൈൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകൾ സംബന്ധിച്ചും പോലീസ് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ഷൈനോട് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പോലീസ് ആരായാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ഷൈനെ ലഭിച്ചിരുന്നില്ല. ഇന്നലെയും പോലീസ് അതിനൊരു ശ്രമം നടത്തിയിരുന്നു. പല ഘട്ടങ്ങളിൽ ഷൈനെ പോലീസ് ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ ഷൈൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് സേനയിൽ ഇപ്പോൾ പോലീസ് സേനയ്ക്ക് മുന്നിൽ തന്നെ ഷൈൻ ഹാജരായിരിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഷൈൻ എത്തിയത്. ഇനി ഷൈനെ ചോദ്യം ചെയ്യുന്ന സമയങ്ങളായിരിക്കും. കൃത്യമായി തന്നെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നായിരുന്നു എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാർ പറഞ്ഞത്. അതിനുള്ള ഒരു തീരുമാനങ്ങളും അവർ കൈക്കൊണ്ടിരുന്നു. എറണാകുളം നോർത്ത് CIയുടെയും എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായി ഷൈൻ താമസിച്ചിരുന്ന 6 ഹോട്ടലുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ 1 മാസമായുള്ള ഫോൺ കോളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് ഷൈനിൽ നിന്നും ചോദിച്ചറിയും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ കൃത്യം 10 മണിക്ക് തന്നെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അതിന് മുന്നേ എത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോ രാവിലെ തന്നെ എത്തുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഷൈൻ്റെ ചോദ്യം ചെയ്യൽ ഇന്ന് അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. എറണാകുളം നോർത്ത് CIയുടെ നേതൃത്വത്തിലും ഒപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറും അടങ്ങുന്ന സംഘമാണ് ഷൈനെ ചോദ്യം ചെയ്യുക. ഷൈൻ ഏതെങ്കിലും തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ലഹരി സംഘവുമായി കൂട്ടുചേർന്നിട്ടുണ്ടോ, ഇക്കാര്യമെല്ലാം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. വൻ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വലിയ കൂട്ടം ഇവിടെ എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുക. ഇനി ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.